അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമായ ചെമ്മീൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ 15 മിനിറ്റോളം വെക്കുക. 3 മീഡിയം സവാള അരിഞ്ഞു വെച്ചതാണിത്. 4 പച്ചമുളകും ഒരു 5-8 വെളുത്തുള്ളിയും കുറച്ചുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. കുക്കർ ചൂടാകുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും 2 സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കശുവണ്ടി മുന്തിരി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാളയിൽ നിന്ന് അല്പം സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു ബ്രൗൺ കളറാകുമ്പോഴേക്കും ഇത് കോരിയെടുക്കുക. സവാളയും കശുവണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് കഴിയുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക. നല്ലതുപോലെ മൊരിയണമെന്നില്ല, അത് നമുക്ക് കോരിയെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തതിലോട്ട് തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. സവാള നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലോട്ട് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ വാടിയതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി കുക്കറിന് മൂടി വെച്ച് ഇങ്ങനെ പതിയെ ഒന്ന് അടച്ചു കൊടുക്കുക. ടൈറ്റായിട്ട് അടക്കരുത്, പതിയെ വെച്ച് കൊടുത്താൽ മതി. ഇനി ചോറിനുള്ള അരി നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇത് ബാസ്മതി റൈസാണ്. ഇതൊരു 1/2 കിലോത്തോളം ഉണ്ടാകും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് അരി അളന്നെടുത്തത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കണം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൽ 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഞാൻ ഈ പാത്രത്തിൽ 2 കപ്പ് വെള്ളമാണ് നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കണം. വെള്ളത്തിന് കുറച്ച് മുന്തി നിൽക്കണതിൽ വേണം ഉപ്പിടാനായിട്ട്, അല്ലെങ്കിൽ അരിയിലോട്ട് ഒഴിക്കുമ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നും. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ചെമ്മീനൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം.
ഈ ഗ്രേവി വേണം കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് പോകരുത്, അപ്പോൾ നമ്മൾ ചോറും കൂടി ഇടുമ്പോൾ അടി പിടിക്കും. വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അരി ഇവിടെ നല്ലപോലെ കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കണേ. നമുക്ക് ഇതാദ്യം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ആ മസാലയൊക്കെ. അതിൻ്റെ മുകളിലോട്ട് കഴുകി വെച്ച അരി മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരി മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നിരത്തി കൊടുക്കുക കൈ വെച്ച്. ഇനി ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം മൊത്തത്തിൽ അങ്ങോട്ട് അരിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ആ ചൂടാക്കി വെച്ച വെള്ളം മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായും കറുകപ്പട്ടയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് 2 വിസിൽ കേൾപ്പിക്കുക. കുക്കറിൽ 2 വിസിൽ പോയി എയർ മൊത്തം പോയിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കാം. നല്ലതുപോലെ റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കശുവണ്ടി, മുന്തിരിയും സവാളയും എല്ലാം ഇട്ട് കൊടുക്കാം. കുക്കറിൽ നിന്ന് ഞാൻ വേറൊരു ചരുവത്തിലോട്ട് ചോറ് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ തന്നെ ഇരുന്ന് വരുമ്പോൾ ചിലപ്പോൾ അത് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. റൈസിന് വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളക്കണത് ആ പാത്രത്തിൽ തന്നെ കറക്റ്റായിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു പാത്രം അരിയാണെങ്കിൽ ആ പാത്രത്തിൽ 2 പാത്രം വെള്ളം കറക്റ്റായിട്ട് എടുത്താലേ ഉള്ളൂ റൈസ് നല്ലപോലെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.